സുനന്ദ പുഷ്കറിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ കുത്തിവയ്പിന്റെ അടയാളമായ 10-ാം നമ്പർ മുറിവ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി ദില്ലി പോലീസ് വൃത്തങ്ങൾ. 10-ാം നമ്പർ മുറിവ് മരണകാരണമാകാമെന്ന മൊഴി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലുണ്ട്. മുറിയിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തിയോ എന്നറിയാൻ ഹോട്ടൽ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യും. സുനന്ദ പുഷ്കറിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ 10-ാം നമ്പർ മുറിവാണിത്. ശരീരത്തിലെ മറ്റ് 14 മുറിവുകളിൽ നിന്ന് വ്യത്യസ്തമായി കുത്തിവയ്പിന്റെ അടയാളമെന്ന് കണ്ടെത്തിയ ഈ മുറിവിനെ പറ്റിയുള്ള ദുരൂഹതകളുടെ ചുരുളഴിക്കാനാണ് പോലീസിന്റെ ശ്രമം. മരണത്തിന് 9 മണിക്കൂറിനും 4 ദിവസത്തിനുമിടയിലുണ്ടായതാണ് ശരീരത്തിലെ മുറിവുകളെന്ന് സരോജിനി നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു. മരണകാരണം വിഷം കുത്തിവെച്ചതാകാമെന്ന നിഗമനത്തിനടിസ്ഥാനം 10-ാം നമ്പർ മുറിവാണ്. ഇതല്ലാതെ ബലപ്രയോഗം കൊണ്ടുണ്ടായ മറ്റ് മുറിവുകൾ മരണകാരണമാകാൻ ഇടയില്ല. സുനന്ദയുടെ വസ്ത്രത്തിൽ 6 സൂക്ഷ്മമായ തുളകൾ ഉണ്ടായിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് ചുറ്റും തിരിച്ചറിയാനാകാത്ത വിഷത്തിന്റെ സാന്നിധ്യമുണ്ടെന്നതും ദുരൂഹം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ PS കുശ്വാഹയുടെ നേതൃത്വത്തിലുള്ള സംഘം 10-ാം നമ്പർ മുറിവിന്റെ സാധ്യതകൾ സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലീല പാലസ് ഹോട്ടൽ ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മുറിയിൽ നിന്ന് സിറിഞ്ചോ മറ്റോ ലഭിച്ചിരുന്നോ എന്നറിയാൻ ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയും രേഖപ്പെടുത്തും. സാഹചര്യ തെളിവുകൾ പ്രകാരം അൽപ്രാക്സ് ഗുളികയാകാം മരണകാരണമെന്ന് എഫ്ഐആറിലുണ്ട്. ഡോക്ടർമാർ ഈ ഗുളിക സുനന്ദയ്ക്ക് നിർദ്ദേശിച്ചിട്ടില്ലെന്നിരിക്കെ തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരോ ഹോട്ടൽ ജീവനക്കാരോ ആകാം ഗുളിക നൽകിയതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. റിപ്പോർട്ടർ, ദില്ലി.